കേരളത്തിൽ സർവേ റിസൾട്ടുകളെല്ലാം തന്നെയും പുറത്തു വന്നപ്പോഴത്തേക്കും വളരെ വലിയ തോതിലുള്ള പല ചോദ്യങ്ങളും നിലവിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എല്ലാ ദേശീയ സർവേ റിസൾട്ടുകളും ഇപ്പോൾ പുറത്തു വന്ന് കഴിഞ്ഞിരിക്കുന്നു. അതിൽ പലതരത്തിലുമുള്ള ട്വിസ്റ്റുകളുണ്ട്, അതോടൊപ്പം തന്നെ അട്ടിമറി സംഭവിക്കുമെന്നുണ്ട്, അതോടൊപ്പം തന്നെ പല രീതിയിലും പ്രതീക്ഷിക്കാത്ത പല സംഭവവികാസങ്ങളും സംഭവിക്കുമെന്ന് തന്നെ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയാനുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കേരളത്തിൽ ബേസ് ചെയ്ത് വന്ന മുഴുവൻ സർവേ റിസൾട്ട് നോക്കുമ്പോഴും UDF ഒരു മുൻതൂക്കം തന്നെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് എടുത്തു പറയണം. പക്ഷേ അത് മാത്രമല്ല, ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു തരംഗം ഒരു സർവേയും പറഞ്ഞിട്ടില്ല എന്നുള്ളതും എടുത്തു കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. ഒരു വലിയ തരംഗം, ഒരു ക്ലീൻ സ്വീപ്പ്, ആ ഒരു തരത്തിലോട്ടുള്ള ഒരു 100 അല്ലെങ്കിൽ 100 അടുപ്പിച്ച് 100ന് മുകളിൽ എന്നുള്ള കോൺഗ്രസിൻ്റെ ആഗ്രഹം നടക്കത്തില്ല എന്നുള്ള തരത്തിൽ സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കേരളം ഈ പറയുന്ന തോതിൽ എന്താണ് ചിന്തിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങളുടെ വിധി എന്താണ് 4-ാം തീയതി അറിയാൻ പോകുന്നത് എന്ന് ആ ഒരു കാത്തിരിപ്പിനിടയിൽ തന്നെയും ഒരു ത്രിശങ്കു, ആ ഒരു തരത്തിൽ ഒരു തൂക്കുസഭയിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള തരത്തിലോട്ട് ഇപ്പോൾ സർവേ റിസൾട്ട് പുറത്തു വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സർവേ റിസൾട്ട് പോലും നോക്കുമ്പോഴത്തേക്കും, അതായത് ചാണക്യ സർവേ റിസൾട്ട്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചാണക്യ സർവേ റിസൾട്ട്, ടുഡേയ്സ് ചാണക്യ സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും അവരുടെ പ്രവചനമെന്ന് പറയുന്നത് UDF 60 മുതൽ 78 സീറ്റുകളാണ്, LDF 55 മുതൽ 73 സീറ്റുകൾ പറയുന്നു. ഇതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് NDAക്ക് 3 മുതൽ 11 സീറ്റുകൾ വരെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ UDF LDF വളരെ വലിയ തോതിൽ തലവേദന ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ നിലവിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം അവർക്ക് 1-ൽ കൂടുതൽ അല്ലെങ്കിൽ 5-ൽ കൂടുതൽ അല്ലെങ്കിൽ 10-ൽ കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങൾ അവർക്ക് നിലവിലുണ്ട് വിജയസാധ്യത കണക്ക് നോക്കുമ്പോഴത്തേക്കും. പക്ഷേ അതിൽ എത്രത്തോളം വിജയിക്കുമെന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. അതിൽ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും, ഈ വന്നിരിക്കുന്ന സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും BJP എല്ലായിടത്തും അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് പറയുന്നതെന്ന് പറയുന്നത്. അത് ചിലപ്പോൾ 2, 3, 4, 5, 10, 7, 14 വരെ പറയുന്ന തരത്തിലോട്ട് വരെ സർവേ റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇതിലെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് പറയുന്നത്, ഒരു തൂക്കുസഭയിലോട്ട് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ വളരെ വലിയ തോതിൽ ഇവിടെ ഒരു തീക്കാറ്റായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. അതായത് UDF, LDF, NDA നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ സർവേ റിസൾട്ടുകൾക്ക് അപ്പുറമുള്ള, അതായത് ചില സർവേ റിസൾട്ടുകൾ പോലും പറയും തൂക്കുസഭ തള്ളിക്കളയുന്നില്ല എന്നുള്ളത് എടുത്ത് പറയണം. അപ്പോൾ ചാണക്യ സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും അതിലും ഒരു തൂക്കുസഭ കാണുന്നു. അതിൽ ഈ പറയുന്ന തോതിൽ LDF ഭരണം നേടാം, UDF മേൽക്കൈ നൽകുന്നുണ്ടെങ്കിൽ പോലും LDF ഭരണം നേടാം. പക്ഷേ അവിടെ ആരായിരിക്കും ഹൈലൈറ്റ് ആയിട്ട് മാറുന്നത്? NDA ആയിരിക്കും ഹൈലൈറ്റ് ആയിട്ട് മാറുന്നത്. കാരണം അവിടെ ഒരു സഖ്യം രൂപീകരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലേ അവിടെ ഈ ഒരു തരത്തിലോട്ടുള്ള ഒരു ഭരണം മറിയത്തുള്ളൂ. അപ്പോൾ അവിടെ ഒരു ട്വിസ്റ്റായിട്ട് BJPക്ക് മാറാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്താം. ഇങ്ങനെ ഒരു സർവേ റിസൾട്ടിൽ ഈ ഒരു റിസൾട്ട് കാര്യങ്ങൾ മറിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം UDF തരംഗമില്ലെങ്കിൽ പോലും UDF മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറയുന്നു. അതിൽ LDF പൂർണ്ണതോതിൽ തകർന്ന് തരിപ്പണമാവത്തില്ല എന്നും എല്ലാ സർവേകളും പറയുന്നു. അതായത് LDF പൂർണ്ണതോതിൽ തകർത്തുകൊണ്ട് UDF ഒരു കനത്ത മുന്നേറ്റമൊന്നും തന്നെ ഒരു സർവേയും പറയുന്നില്ല. അതിൽ തന്നെ NDAക്ക് സീറ്റ് കിട്ടുമെന്നും പറയുന്നു. NDAക്ക് 1-ൽ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് പറയുന്നു. 10-ൽ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് പറയുന്ന സർവേ റിസൾട്ടുകളും 1-ൽ കൂടുതലുണ്ട് എന്നുള്ളതും എടുത്തു കാണേണ്ടത് അനിവാര്യം തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ, ഒരു തൂക്കുസഭാ ഭരണം പോലും തള്ളിക്കളയാൻ പറ്റാത്ത തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം എന്നുള്ളതാണ് പുറത്തു വന്ന സർവേ റിസൾട്ടുകൾ പോലും വ്യക്തമാക്കുന്നത്. തൂക്കുസഭാ സർവേ റിസൾട്ടുകളും പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുമോ? ഈ പറയുന്ന തോതിൽ 1-ൽ UDF അല്ലെങ്കിൽ LDF ആ ഒരു തരത്തിൽ മാറുന്ന രീതിയിലോട്ട്, ഒരു തൂക്കുസഭയിലോട്ട് പോലും കാര്യങ്ങൾ മാറുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിലനിൽക്കുന്നു. ഇത് തീർച്ചയായിട്ടും UDF വളരെ വലിയ തോതിൽ തലവേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറണം. അതായത് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു മെജോറിറ്റി സീറ്റ് നേടാനായിട്ട് UDF സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ
അവർക്ക് ഈ പറയുന്ന തോതിൽ ഭരണം കിട്ടിയാൽ പോലും ഇനി വരുന്ന നാളുകളിൽ അവർക്ക് തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ തലവേദന ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നുള്ളത് അനിവാര്യം തന്നെയാണ്. സർവേ റിസൾട്ടുകൾ പൂർണ്ണതോതിൽ വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിൽ പോലും സർവേ റിസൾട്ടുകൾ പോലെ കാര്യങ്ങൾ മാറി മറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന തോതിൽ ക്ലിയർ മെജോറിറ്റി സീറ്റ് നേടിക്കഴിഞ്ഞാൽ UDF സേഫ് സോണിൽ ഇരിക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന തോതിൽ LDF പൂർണ്ണതോതിൽ ഒതുക്കാനോ അല്ലെങ്കിൽ സീറ്റുകൾ മാക്സിമം കുറയ്ക്കാനോ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ BJPക്കും ഇപ്പോൾ ഈ പറയുന്ന തോതിൽ ഇപ്പോൾ ഒരു 5-ൽ കൂടുതൽ സീറ്റുകൾ, ഒരു 10-നുള്ളിൽ സീറ്റുകളെങ്കിലും അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ, ഒരു 5 സീറ്റെങ്കിലും അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ തന്നെയും അത് വരുന്ന നാളുകളിൽ കേരളത്തിൽ പലതരത്തിലുമുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും കാത്തിരിക്കണം, എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ. സർവേ റിസൾട്ടുകൾ പലതും പറയുന്നു. അതിൽ തൂക്കസഭ പറയുന്നു, മുന്നേറ്റം പറയുന്നു UDF, LDF പൂർണ്ണതോതിൽ തള്ളിക്കളയുന്നില്ല, ഒരു പൂർണ്ണ തകർച്ച LDF ഉണ്ടാവുന്നില്ല. BJPക്ക് സീറ്റുകൾ പ്രവചിക്കുന്നു, 1-ൽ കൂടുതൽ സീറ്റുകൾ, 5-ൽ കൂടുതൽ സീറ്റുകൾ, അതോടൊപ്പം തന്നെ 10-ൽ കൂടുതൽ സീറ്റുകൾ പ്രവചിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. സോ ഒമ്പൻ ടെസ്റ്റുകൾ സംഭവിക്കാം 4-ാം തീയതി. അതുകൊണ്ട് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് തൂക്കസഭയിലേക്കാണോ, ഒരു ത്രിശങ്കുവിലേക്കാണോ കാര്യങ്ങൾ മാറി മറിയുന്നത്, അതല്ല അവിടെ UDF ഒരു സേഫ് സോൺ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടതും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സർവേ റിസൾട്ടുകളെല്ലാം തന്നെ അതുപോലെ സംഭവിക്കുമോ, അതല്ല സർവേ റിസൾട്ടുകളെയും വെല്ലുന്ന തരത്തിലോട്ട് UDF LDF BJPക്കോ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ കേരളത്തിൽ സാധിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം.